ഹായ്, ഹെയ്ഡൻസ് മാജിക് പിയാനോ ലെസൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ് മുതൽ നമ്മൾ പിയാനോ പഠിച്ചു തുടങ്ങുകയാണ്, അഥവാ കീബോർഡ് പഠിച്ചു തുടങ്ങുകയാണ്. എന്താണ് പിയാനോ അല്ലെങ്കിൽ എന്താണ് കീബോർഡ്? ഇതിനെക്കുറിച്ച് സാമാന്യമായ ഒരു ധാരണ ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിരിക്കണം. പാശ്ചാത്യ സംഗീതത്തിലെ ഒരു പ്രധാന സംഗീത ഉപകരണമാണ് പിയാനോ. പിയാനോയുടെ ഒരു പ്രത്യേകത, സംഗീതത്തിലെ ഏതാണ്ട് എല്ലാ സ്വരങ്ങളെയും കേൾപ്പിക്കാൻ കഴിയുന്ന ഏക സംഗീത ഉപകരണമാണ് പിയാനോ. പിയാനോ എന്ന ഇൻസ്ട്രുമെൻ്റ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഹാർപ്പിൽ നിന്നാണ്. ഹാർപ്പ് എന്നാൽ കിന്നരം. ഇതൊരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഉപകരണത്തിൽ വിരലുകൾ കൊണ്ട് നേരിട്ട് സ്ട്രിങ്ങിൽ തട്ടിയാണ് ശബ്ദം കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ മീട്ടുന്നത്. എന്നാൽ ഒരു പിയാനോയിൽ ഒരു വുഡൻ ക്യാബിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹാർപ്പിനെ അതിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കീബോർഡിൻ്റെ സഹായത്തോടെ ഹാമർ ആക്ഷൻ അതിൻ്റെ സ്ട്രിങ്ങുകളിൽ കൊടുത്താണ് ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ഉപകരണമാണ് ഓർഗൻ. പിയാനോ ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഓർഗൻ ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഹാർമോണിയം ഓർഗൻ്റെ ഒരു ചെറിയ രൂപമാണ്. ഇവിടെ വിൻഡ് ഉപയോഗിച്ച് റീഡിൽ ശബ്ദം നിർമ്മിച്ചെടുക്കുകയാണ്. ഒരു കീബോർഡിൻ്റെ സഹായത്തോടെ ഈ വിൻഡ് ആവശ്യാനുസൃതം തുറന്നു വിട്ടുകൊണ്ടും അത് ക്ലോസ് ചെയ്തുകൊണ്ടും ആണ് ഹാർമോണിയത്തിൽ സംഗീതം സൃഷ്ടിക്കുന്നത്. പിയാനോ, ഓർഗൻ, ഹാർമോണിയം തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റുകളിലെല്ലാം വിരലുകൾ ഉപയോഗിച്ച് കീബോർഡിൽ പ്ലേ ചെയ്താണ് സംഗീതം പുറപ്പെടുവിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇലക്ട്രോണിക്സിൻ്റെ കടന്നുവരവോടുകൂടി ഡിജിറ്റൽ പിയാനോകളും ഓർഗനുകളും ഇലക്ട്രോണിക് കമ്പനികൾ പുറത്തിറക്കാൻ തുടങ്ങി. ഇങ്ങനെ വിവിധ ഇൻസ്ട്രുമെൻറ്റുകളുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് കീബോർഡുകളെന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് വിപണിയിൽ യമഹ, കാഷിയോ, റോളണ്ട്, കോർഗ് മുതലായ വിവിധ കമ്പനികളുടെ കീബോർഡുകൾ ലഭ്യമാണ്. കീബോർഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കീബോർഡ് എന്തിനാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. നമുക്കാവശ്യമുള്ള സ്വരങ്ങളെ നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ വിരലുകൾക്ക് ആനുപാതികമായി നമ്മുടെ മുന്നിൽ നിരത്തി വച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് കീബോർഡിലുള്ളത്. ഇനി ഈ സ്വരങ്ങളെ ആവശ്യാനുസൃതം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നൊട്ടേഷൻ നോക്കി ആവശ്യമുള്ള സ്വരങ്ങളെ മാത്രം ടാപ്പ് ചെയ്തെടുക്കുക എന്ന പ്രക്രിയയാണ് പ്ലേയിങ്. പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ചില മുന്നൊരുക്കങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൗണ്ടിങ്. അതുപോലെ തന്നെ പ്ലേ ചെയ്യുന്ന ആളുടെ സിറ്റിംഗ് പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കീബോർഡ് ഇല്ലെങ്കിൽ കൂടെ ഈ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാൻ കഴിയും. അതിന് ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ഇരിപ്പിടം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഉയരം കൂടിയതോ തീരെ ഉയരം കുറഞ്ഞതോ ആയ ഇരിപ്പിടങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൗണ്ടിങ് ആരംഭിക്കുകയാണ്. കൗണ്ടിങ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: 1 and 2 and 3 and 4 and. ഇതിൽ 1 എന്ന് പറയുമ്പോൾ കാൽപ്പത്തി നിലത്ത് ചെന്ന് തട്ടുകയും ആൻ എന്ന് പറയുമ്പോൾ അതേ കാൽപ്പത്തി മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുക. ഇങ്ങനെ ആവർത്തിക്കുക. 1 and 2 and 3 and 4 and. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് ബോൺ വളയാതെ നിവർന്നു തന്നെ ഇരിക്കാനാണ്. മറ്റൊരു കാര്യം, ഇടത്തെ കൈ ഇടത്തെ കാലിൻ്റെ ലാപ്പിൽ തന്നെ വയ്ക്കാനും ശ്രമിക്കുക. ഇങ്ങനെ പലവട്ടം ചെയ്ത് കൗണ്ടിങ് വളരെ കൃത്യതയോടെ ചെയ്യാൻ, പ്രത്യേകിച്ച് കാൽപ്പത്തി മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്ന രീതി പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. കീബോർഡ് വായിക്കുമ്പോൾ താളകൃത്യത ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൗണ്ടിങ്. വളരെ കൃത്യതയോടെ കൗണ്ടിങ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. വീഡിയോയ്ക്ക് കുറച്ച് ദൈർഘ്യം കൂടിയെന്നാണ് തോന്നുന്നത്. തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയും ഇതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക്
ഒരു വ്യക്തത നിങ്ങൾ തന്നെ വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത വീഡിയോയിലേക്ക് പോകുക. പാശ്ചാത്യ സംഗീത ലിപിയായ സ്റ്റാഫ് നൊട്ടേഷൻ എന്താണെന്ന് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായി ഞാനിത് പരിശീലിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. വളരെ ശ്രദ്ധാപൂർവം അത് പലതവണ കേട്ട് ഉറപ്പിക്കണം. കീബോർഡ് പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നൊട്ടേഷൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ലിപി നമ്മൾ പഠിച്ചെടുത്താൽ തുടർന്നുള്ള നമ്മുടെ പഠനം വളരെ സുഗമമായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെസൺസ് നിങ്ങൾക്ക് ഞാൻ തരാം. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു പുതിയൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനസികമായി തയ്യാറാവുക. വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള ഒരു സമയം മുമ്പിലുള്ളപ്പോൾ മാത്രം വീഡിയോ കാണുക. ഓക്കെ.